ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധി ദിവ്യയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ കേട്ടോ. പരസ്പരം തമ്മിൽ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യങ്ങളും എല്ലാം അവള് ഒന്നിടവിടാതെ പറയാൻ കേട്ടോ. എന്നിട്ട് ദിവ്യനോട് പറയുന്നുണ്ട്, ഞാൻ സുധീഷിനെ ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു, എനിക്ക് എന്തോ അവനോട് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സുധീഷായിട്ടൊരു ജീവിത സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് ഞാൻ കോടതിയിലേക്ക് പോയത്. അവിടെ ചെന്നിട്ട് എല്ലാം സോൾവ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദിവ്യ, പക്ഷെ അവൻ എന്നെ ചതിക്കായിരുന്നു. ഒരുപാട് കള്ളങ്ങൾ അവൻ എന്നോട് പറഞ്ഞു. എൻ്റെ ജീവിതം തന്നെ അവൻ ഈ കള്ളം കൊണ്ട് മാറ്റിമറിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. അത് നികേഷിൻ്റെ കോളായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ദിവ്യനോട് പറയുന്നുണ്ട്, ഞാൻ എവിടെ എത്തിയെന്നൊക്കെ ചോദിക്കാനായിരിക്കും അവൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യാണ്. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നികേഷിൻ്റെ സങ്കടപ്പെടുത്തുന്ന ഒരു സൗണ്ടാണ് അവൾ കേൾക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏടത്തി സുധീഷ് ചേട്ടന് ആക്സിഡൻറ്റ് ആയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നിധി ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ പറ്റി? അപ്പോൾ സുഭാഷ് ചേട്ടൻ ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ സുധീഷ് ICUവിലാണ്, അവൻ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ഓരോ പ്രശ്നം കാരണം അവന് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അവന് കാർ ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആക്സിഡൻറ്റ് ആയതാണ്, പക്ഷേ അവന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവൻ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ മോളൊന്നും ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓടിപ്പണഞ്ഞ് അങ്ങോട്ട് പോവാണ് കേട്ടോ. അവൾ അത്രയധികം ടെൻഷനായിട്ടാണ് ഓടി ചെല്ലുന്നത്. അത്രയും അവൾക്ക് അവൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ അവൾ ഓടിപ്പണഞ്ഞ് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് അവളെ കണ്ടപ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിധി നീ വന്നോ, ഞാൻ കരുതി നീ വരില്ലായിരുന്നു എന്നൊക്കെ അവനിങ്ങനെ പറയുമ്പോൾ അവൾക്ക് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ പറ്റി സുധീഷ്, നീ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതല്ലേ, ഒരുപാട് ശ്രദ്ധിക്കുന്നതല്ലേ, പിന്നെ എന്തു പറ്റി? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല നിധി, എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് എൻ്റെ ബാലൻസ് തെറ്റിപ്പോയി, അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ പറ്റിയത്, ഞാൻ മരിച്ചു പോവേണ്ടതായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ല സുധീഷേ എന്നവൾ കരഞ്ഞ് പറയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സാകെ മടുത്തുപോയി, മരവിച്ചു പോയി. അപ്പോൾ ആ ഒരു സങ്കടത്തിലായിരുന്നു ഞാനൊരു വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഓണർ പറയുന്നുണ്ട്, അതേ നിധി, എൻ്റെ ഒരു പരിചയക്കാരനാണ് വിളിച്ച് പറഞ്ഞത്, നിങ്ങളുടെ കാർ ഓടിക്കുന്ന സുധീഷ് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് ഓടി ചെന്നു, കണ്ടില്ല കൈക്കും കാലിനൊക്കെ നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്, വേറെ ആവത്തൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം എന്ന് പറയുമ്പോൾ അവൾ അയ്യോ എന്ന് പറയാൻ കേട്ടോ. അവിടെയാണെങ്കിൽ നികേഷും അരീഷും സുഭാഷ് ചേട്ടൻ എല്ലാവരും ഉണ്ട്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, നിധി കുറച്ചേരം എൻ്റെ അടുത്തിരിക്കാവോ, എനിക്ക് നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട് പ്ലീസ്. അത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓക്കെ സുധീഷ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നീ പേടിക്കേണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരനാകെ ആ ഹോസ്പിറ്റൽ മൊത്തം ഒന്ന് വീക്ഷിക്കുന്നുണ്ട്, കാരണം വേറെ പേഷ്യൻസ് ഒന്നും ഇല്ല അവിടെ. പിന്നെ അത് മാത്രമല്ല, അവിടെ സ്റ്റാഫുകളെ കാണാനില്ല, ആൾത്തിരക്കില്ല, ഒന്നുമില്ല. പിന്നെ സുധീഷ് മാത്രം എന്താ ഇവിടെ കിടക്കുന്നത് എന്നൊരു ചിന്ത ഭാസ്കരന് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സുധീഷ് അത്യാവശ്യം നല്ല കള്ളനാണല്ലോ, അപ്പോൾ ഇതും അവൻ ആ കുട്ടിയെ പറ്റിക്കാനായിട്ടുള്ളൊരു ട്രാപ്പാണെങ്കിലോ എന്നൊക്കെ ഭാസ്കരൻ്റെ ചിന്ത പോകുന്നുണ്ട്. ഇവരാരും ഈ ഒരു സമയത്ത് ഇത് ശ്രദ്ധിച്ചില്ല, കാരണം അത്രയും ടെൻഷനോട് കൂടെ അവനൊരു ആപത്ത് വന്നതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാവരും ഓടി ചെല്ലുന്നത്. പ്രത്യേകിച്ച് നിധി, അവളെല്ലാം ശ്രദ്ധിക്കുന്നതും നല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളല്ലേ, പക്ഷെ അവൾ പോലും ഈ ഒരു സങ്കടം കൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഭാസ്കരൻ ഇത് പെട്ടെന്ന് കത്തി. അങ്ങനെ ഭാസ്കരൻ വളരെയധികം സംശയത്തോടു കൂടെയാണ് കേട്ടോ അകത്തേക്ക് ചെല്ലുന്നത്. ചെന്ന പാടി ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് സുധീഷിനോട്, ഇതെന്താ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ? അത് കേട്ടപ്പോൾ സുധീഷ് ആകൊന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഭാസ്കരൻ ഏകദേശം കാര്യം പിടികിട്ടി. അങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട്, അല്ല ഇവിടെ ഒരു സ്റ്റാഫ് പോലും ഇല്ലല്ലോ, നഴ്സുകളൊന്നും കാണാനില്ല, അത് മാത്രമല്ല ഇവിടെ വേറെ പേഷ്യൻസിനെ ഒന്നും കാണാനില്ലല്ലോ, പിന്നെ നിനക്കാരാ ഈ ബാൻഡേജ് ഒക്കെ ഇങ്ങനെ ഇട്ട് തന്നത്, ഇവിടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സുധീഷ് ആകെ പെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവൻ്റെ ഓണറും ആകെ പെട്ട അവസ്ഥയില്ല, കാരണം അവർ രണ്ടുപേരും കൂടെ ഉള്ള പ്ലാൻ ആണല്ലോ. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ചായക്കടയിൽ ചോദിച്ചു, അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നില്ല, ഇത് സിനിമാക്കാർക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുത്തതാണ് എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ നിധി പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് കേട്ടോ. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് സുധീഷിൻ്റെ പ്ലാനാണെന്ന്. അവൻ ഇത്രയും ഒരു ചീപ്പായിട്ടുള്ളൊരു പ്ലാൻ നടത്തുന്നവർ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സുധീഷാണെങ്കിൽ ചമ്മി നാറിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആകെ കൂടെയുള്ള കച്ചിത്തിരുമ്പ് പോയി എന്നുള്ളൊരവസ്ഥയിൽ അവനും ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓണർ മുങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളല്ലേ എനിക്ക് ഈ പ്ലാൻ പറഞ്ഞു തന്നെ. അത് കേട്ടപ്പോൾ നിധി ഷോക്കാവുന്നുണ്ട്, പ്ലാനോ? അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ ഇവനെന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല, ഇത് എൻ്റെ പ്ലാനാണ്, ഇവനൊന്നും പറ്റിയിട്ടില്ല, ഇതിപ്പോൾ വെറുതെ ഉണ്ടാക്കിയൊരു ഡ്രാമയാണ്. അത് കേട്ടപ്പോൾ സുഭാഷ് ചേട്ടനും അതുപോലെ അരീഷിനും നികേഷിനും ഒക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പെട്ടെന്ന് അവൻ്റെ ബാൻഡേജ് അടിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു മുറിവ് അവന് പറ്റിയിട്ടില്ല. അതിലവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അതോടുകൂടെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നോക്കാം നിധി ഇനി അവനെ കൂടുതൽ വെറുക്കുമോ അല്ലെങ്കിൽ അവളുടെ പ്രണയം അവനോട് തുറന്ന് പറയില്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്